വനവാസി പ്രതിഷേധത്തിന് നേരെ പെന്തക്കോസ്തിന്റെ സംഘത്തിന്റെ ആക്രമണം റാന്നിയായ അടിച്ചിഴപ്പുഴ ഉന്നതിയിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. പെന്തക്കോസ്റ്റ് അധിനിവേശത്തിനെതിരെ പ്രതിഷേധം നടത്തിയ വനവാസികളെയാണ് പെന്തക്കോസ്റ്റ് അനുകൂലികൾ ആക്രമിച്ചത്. മലവേടൻ മഹാസഭയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. വിവരങ്ങളുമായി ഗൂഗിൾ രമേശ് ഉണ്ട് പത്തനംതിട്ടയിൽ നിന്ന്. ഗൂഗിൾ, നേരത്തെയും അവിടെ കുറെ പ്രശ്നങ്ങൾ നിലനിന്നതാണ്. സ്വന്തം സത്വബോധം സംരക്ഷിക്കാൻ ഈ പെന്തക്കോസ്റ്റ് അധിനിവേശത്തിനെതിരെ മലവേടൻ മഹാസഭ അവർ പ്രതിഷേധവുമായി രംഗത്ത് വന്നതാണോ ഈ പെന്തക്കോസ്റ്റ് ഗുണ്ടകളെ പ്രകോപിപ്പിച്ചത്? അതെ പ്രജിത്ത്, അതായത് കഴിഞ്ഞ ദിവസം നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട വാർത്ത നൽകിയിരുന്നതാണ്. റാന്നി അടിച്ചിപ്പുഴ വനവാസി ഉന്നതിയിൽ ഈ പെന്തക്കോസ്ത് പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്ന കടന്നുകയറ്റം, അതായത് സിയോൺ ബ്രദറൻ അസംബ്ലി എന്ന് പറയുന്ന പെന്തക്കോസ്ത് സഭയുടെ നേതൃത്വത്തിലാണ് ഈ അടിച്ചിപ്പുഴ കോളനി കേന്ദ്രമാക്കിക്കൊണ്ട് അവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. പ്രധാനമായിട്ടും വനവാസി ജനവിഭാഗങ്ങളാണ് ഉന്നതിയിലുള്ളത്. അവിടുത്തെ ജനവിഭാഗത്തെ മതപരിവർത്തനം നടത്തുക, പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്ക് മതപരിവർത്തനം നടത്തുക, അതോടൊപ്പം തന്നെ ഇവരുടെ വനവാസികളുടെ ഭൂമി കയ്യേറ്റം നടത്തുക തുടങ്ങിയിട്ടുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങളോട് കൂടിയിട്ടാണ് ഈ പെന്തക്കോസ്ത് സഭയുടെ പ്രവർത്തനം അവിടെ കുറച്ച് വർഷങ്ങളായിട്ട് നടന്നു വന്നുകൊണ്ടിരുന്നത്. ഇതിനെതിരെ വനവാസികൾ തന്നെ വലിയ പ്രതിഷേധങ്ങളും പരാതികളും ഒക്കെ മുമ്പ് നൽകിയിരുന്നതാണ്. ഇന്നലെ ഈ വിഷയത്തിൽ അവിടെ മലവേടൻ മഹാസഭ എന്ന് പറയുന്ന ആ കൂട്ടായ്മയുടെ സംഘടനയുടെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. അതായത് ഈ പെന്തക്കോസ്ത് അധിനിവേശത്തിനെതിരായിട്ടുള്ള പ്രതിഷേധമായിരുന്നു. തീർത്തും സമാധാനപരവും ജനാധിപത്യപരവുമായിട്ടാണ് വനവാസി വിഭാഗക്കാർ ഇത്തരത്തിൽ ഒത്തുകൂടി ഈ ഒരു പ്രതിഷേധം അവിടെ സംഘടിപ്പിക്കുകയുണ്ടായത്. ആ പ്രതിഷേധം നടക്കുന്ന സമയത്ത്, അതിൻ്റെ പൊതുസമ്മേളനം നടക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ഈ പെന്തക്കോസ്ത് പ്രവർത്തകർ സംഘടിച്ചെത്തുകയും തുടർന്ന് ഈ പ്രസംഗം തടസ്സപ്പെടുത്തുകയും അതിനുശേഷം ഇവരെ അസഭ്യം പറയുകയും തുടർന്ന് ഈ വനവാസി വിഭാഗക്കാർക്ക് നേരെ കയ്യേറ്റങ്ങൾ നടത്തുകയും ഒക്കെയായിരുന്നു ചെയ്യുകയുണ്ടായത്. പ്രധാനമായിട്ടും സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പെന്തക്കോസ്ത് പ്രവർത്തകരാണ് ഈ രീതിയിൽ അക്രമത്തിന് നേതൃത്വം നൽകിയതെന്ന് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. വനവാസി വിഭാഗത്തിൽപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് നേരെ ഇവർ ഉന്തുകയും തള്ളുകയും അതോടൊപ്പം തന്നെ സംഘർഷത്തിലേക്ക് കടക്കുകയും അതോടൊപ്പം തന്നെ അവരെ വളരെ മോശം വാക്കുകൾ കൊണ്ട് അസഭ്യവർഷം ചൊരിയുകയും ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ മലവേടൻ മഹാസഭ പ്രവർത്തകർ പറയുന്നത് തങ്ങൾ യാതൊരു പ്രകോപനത്തിനും പോയിട്ടില്ല, കൃത്യമായിട്ട് ജനാധിപത്യപരമായിട്ട് തന്നെയാണ് ആ പ്രതിഷേധം അവിടെ സംഘടിപ്പിച്ചത്. ഗോത്ര കലാരൂപങ്ങളും ആചാരങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു അവരുടെ ആ ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നത്. അല്ലാതെ മറ്റ് പ്രകോപിക്കുന്ന രീതിയിൽ ഒരു മുദ്രാവാക്യം പോലും വിളിച്ചിട്ടില്ല എന്നുള്ളതാണ് അവർ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. പ്രധാനമായിട്ടും ഇവരുടെ ഭൂമി സംരക്ഷിക്കണം, അതോടൊപ്പം തന്നെ ഇവരുടെ ജനവിഭാഗത്തെയും ഇവരുടെ ആചാര അനുഷ്ഠാനങ്ങളെയും ഒക്കെ തകർക്കാൻ ശ്രമിക്കുന്ന ഈ പെന്തക്കോസ്ത് സഭയുടെ പ്രവർത്തനം അടിയന്തരമായിട്ട് അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു മലവേടൻ മഹാസഭയുടെ നേതൃത്വത്തിൽ വനവാസികളുടെ പ്രതിഷേധം ഇന്നലെ ഉണ്ടായത്. നേരത്തെ തന്നെ ഇവർ ഗോത്രവർഗ കമ്മീഷനിൽ ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട നിർണായക ഉത്തരവടക്കം പുറപ്പെടുവിച്ചിരുന്നതാണ്. അതായത് ഈ ഉന്നതിയിൽ മതസ്പർദ്ധ വളർത്തുന്ന ഈ പള്ളിയുടെ പ്രവർത്തനം അടിയന്തരമായിട്ട് വിലക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഗോത്രവർഗ കമ്മീഷന്റെ ഉത്തരവ് കൂടി നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ആ ഉത്തരവ് വന്നതിന് ശേഷവും ഇവരുടെ ഈ രീതിയിലുള്ള നിയമലംഘന പ്രവർത്തനങ്ങളും ഇവരുടെ മതപരിവർത്തനം അടക്കമുള്ള പ്രവർത്തനങ്ങളും തുടർന്നുകൊണ്ടേയിരുന്ന സാഹചര്യത്തിലാണ് ഒരു പരസ്യ പ്രതിഷേധത്തിലേക്ക് ഇറങ്ങുവാൻ വേണ്ടിയിട്ട് അവിടുത്തെ ജനവിഭാഗം, അവിടുത്തെ വനവാസി ജനങ്ങൾ നിർബന്ധിതരായത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ ഈ രീതിയിൽ സമാധാനപരമായിട്ടൊരു പ്രതിഷേധം അവർ നടത്തുകയുണ്ടായത്. ആ പ്രതിഷേധത്തിലേക്കാണ് ഈ രീതിയിൽ സംഘടിച്ചെത്തി പെന്തക്കോസ്ത് വിശ്വാസികൾ പ്രവർത്തകർ സംഘർഷം നടത്തുകയും സംഘർഷം സൃഷ്ടിക്കുകയും ഒക്കെ തന്നെ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടൊരു നിയമ നടപടി ഉണ്ടാക്കണമെന്നുള്ള ആവശ്യം ഈ വനവാസി എന്തായാലും ഒരു വനവാസി മേഖലയിൽ കടന്നു കയറി അവിടെ മതപരിവർത്തനവും ഭൂമിക്കൊള്ളയും ഒക്കെ ശ്രമിച്ചു എന്നുള്ള പരാതി വന്നു. പിന്നാലെ സംസ്ഥാന ഗോത്രവർഗ കമ്മീഷൻ ആ പള്ളിയുടെ പ്രവർത്തനം നിരോധിച്ചുകൊണ്ട് ഉത്തരവിറക്കി. പക്ഷേ അതിനുശേഷവും ഇക്കാര്യങ്ങളെല്ലാം തുടർന്നു. ഒടുവിൽ മലവേടൻ മഹാസഭ പ്രതിഷേധത്തിനിറങ്ങിയപ്പോൾ അവരെ തല്ലി തോപ്പിക്കാനാണ് ഈ പെന്തക്കോസ്റ്റ് ഗുണ്ടകൾ ഇറങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ്. അവരുടെ പേര് സിയോൺ ബ്രദറൻ അസംബ്ലി എന്നുള്ളതാണ്.